അപ്പോൾ നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ ലൈവ് ആണ് അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. എത്ര വേഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ CGL നോട്ടിഫിക്കേഷൻ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് സെക്ഷൻ ടൈമർ എന്ന സാധനം കയറി വന്നു. അപ്പോൾ ഈ സെക്ഷൻ ടൈമർ എന്ന കാര്യമാണ് എന്ത് എല്ലാ സ്റ്റുഡൻസിനും ചെയ്യുന്ന ബോധർ എന്നൊരു കാര്യം. എങ്ങനെ ഈ സെക്ഷൻ ടൈമർ നമുക്ക് ഓവർകം ചെയ്യാം, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടാണ് അല്ലേ. അപ്പോൾ ആ സെക്ഷൻ ടൈമർ എന്ന ബാരിയറിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രിക്കർ. മൈ നെയിം ഈസ് മനു. അപ്പോൾ നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഏജ് ലിമിറ്റിലുള്ള ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രിക്കറിൽ ഏറ്റവും പുതിയൊരു CGL ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ CGL ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പും 100-ലധികം മോക്ക് ടെസ്റ്റുകളും എല്ലാം ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് 9249089284 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൊട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് ചെയ്യുക. നമ്മുടെ CGL മാസ്റ്റർ ബാച്ചിൽ വേഗം ജോയിൻ ചെയ്യുക. കാരണം പുതിയ സിസ്റ്റം ഒക്കെ വന്നേക്കാണ്. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള പ്രാക്ടീസ് വേണം അല്ലെ. അപ്പൊ പ്രാക്ടീസിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്താണ് നല്ലൊരു സ്ഥലത്ത് അടിപൊളിയായിട്ട് കോച്ചിങ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതി പഠിക്കുക എന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ മുന്നിൽ വലിയൊരു ബാരിയർ കിടക്കാണ്. ബാരിയർ മീൻസ് എന്താണ് ഒരു തടസ്സം. സെക്ഷൻ ടൈമർ എന്നൊരു തടസ്സം. ഈ സെക്ഷൻ ടൈമർ എന്ന തടസ്സത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാലോ സെക്ഷൻ ടൈമർ എന്താണ്. നമുക്ക് ആകെ CGL 100 ചോദ്യങ്ങളുണ്ട്. കറക്റ്റ് അല്ലേ? ഈ 100 ചോദ്യങ്ങൾ നമ്മൾ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 25, 25, 25, 25 അല്ലേ. പണ്ടൊക്കെ എന്താണ് നമുക്ക് ഒരു ടൈം തരുമായിരുന്നു. എത്രയാണ്? 1 മണിക്കൂർ തരും, 1 അവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിച്ചോ. എന്താണ് ഇംഗ്ലീഷ് GK പൈ ചെയ്തോ, 10 മിനിറ്റുള്ളിൽ തീർത്തോ, ഒരു പ്രശ്നവുമില്ല. മാത്സിന് ഇഷ്ടംപോലെ ടൈം എടുത്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റി? ഈ പറഞ്ഞ 100 ചോദ്യം നമുക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു ടെസ്റ്റ് വന്നു. ഇംഗ്ലീഷിനും GKക്കും നിങ്ങൾ എന്തായാലും എത്ര മിനിറ്റ് എടുക്കണം? എന്തായാലും 15 മിനിറ്റ് എടുക്കണം. ഇപ്പൊ ഈ ഫസ്റ്റത്തെ ഇംഗ്ലീഷാന്ന് വിചാരിച്ചോ. ഇംഗ്ലീഷിനും GKക്കും എന്തായാലും നിങ്ങൾ എന്തെടുക്കണം? 15 മിനിറ്റ് എടുക്കണം. റീസണിങ്ങിൽ ഓക്കെ, നിങ്ങൾ 15 മിനിറ്റ് എടുത്തോ. മാത്സിൽ എന്താണ്? മാത്സ് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് എത്രയായിരിക്കും? 15 മിനിറ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ SSCക്കാർ നമ്മൾ അറിയിച്ചേക്കുന്നത്. നിങ്ങൾ എന്താണ് പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ലാവിഷായിട്ട് ഞാൻ 1 മണിക്കൂർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റിനും 15 മിനിറ്റ് വെച്ച് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സാധാ ഇതുവരെ SSC പ്രാക്ടീസ് തന്നിരുന്ന കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? അവർ മാത്സ് അറിയാവുന്നവരാണ്. ഈ മാത്സിന് കൂടുതൽ ടൈം കൊടുത്തിട്ട് GK ഒരു 5-6 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാത്രം പഠിച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ പറ്റത്തില്ല. കാരണം മാത്സ് ചെയ്യാൻ അവർക്ക് ടൈമില്ല. ആകെ 15 മിനിറ്റ് കൊണ്ട് 25 ചോദ്യമുണ്ട്. മാത്സ് നിങ്ങൾക്ക് അറിയാലോ CGL ലെവല് കുറച്ച് ലോ ലെവലാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് എന്തായാലും ആ ഒരു സിസ്റ്റം ഇവിടെ നടക്കത്തില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ടൈം ബാരിയർ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ടൈം ബാരിയർ സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈം ബാരിയർ നമുക്ക് ഓവർകം ചെയ്യുക എന്നാ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണേ. ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്ന എന്താണ് ഈ പറഞ്ഞ ടൈം ബാരിയർ. ഓക്കെ, ടയർ 1-ൽ 15 മിനിറ്റ് വെച്ചാണ് നമുക്ക് തന്നേക്കുന്നത്. എന്തിനൊക്കെ? GKക്കും ഇംഗ്ലീഷിനും മാത്സിനും ഒപ്പം തന്നെ റീസണിങ്ങിനും. ടയർ 2 ആവുമ്പോൾ എന്താണത്? അത് 20 മിനിറ്റ് ആകും. പണ്ടത്തെ പോലെ നമുക്ക് എന്തില്ല, ക്രോസ് സെക്ഷൻ ടൈം മാനേജ്മെന്റ് എന്ന പരിപാടി നടക്കത്തില്ല. അതായത് പല സെക്ഷനുകളായിട്ട് എന്താണ് നമുക്ക് ഈ ടൈമിനെ ഡിവൈഡ് ചെയ്യൽ ഒരിക്കലും നടക്കത്തില്ല. അതാണ് എന്ത് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വരുന്നത്. ഇപ്പൊ കൃത്യമായ രീതിയിൽ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈ പറഞ്ഞ വെല്ലുവിളിയെ ഓവർകം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെന്റാലിറ്റി എന്താണ്? ഫസ്റ്റ് ബാറ്റിൽ ആരോടായിട്ടാണ്? നമ്മുടെ തലച്ചോറുമായിട്ടാണ്. എന്താണ് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് കുറച്ച് മെന്റലി ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ 15 മിനിറ്റ് ലെവൽ, ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15 മിനിറ്റ് ആ ലിമിറ്റ് എന്ത് ചെയ്യും? നമുക്ക് ഡിഫിക്കൾട്ടാണ് എന്നൊരു ഫീൽ നമ്മുടെ തലച്ചോറി വരും. അതാണെന്ത് ഫസ്റ്റ് കാര്യം. ഇറ്റ് ഫീൽസ് ഡിഫിക്കൾട്ട് ടു അസ്. മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ദൈവമേ 15 മിനിറ്റ് ഉള്ളൂ, എനിക്കൊരു 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കും. അത്തരം ചിന്തകളെ നമ്മൾ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒപ്പം തന്നെ എന്താണ് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്
ഈ ഫോർമാറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം അല്ലേ. ഈ ഫോർമാറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. ഇനി ഈ ഫോർമാറ്റ് മാറാനൊന്നും പോകുന്നില്ല, ഈ ഫോർമാറ്റ് വെച്ച് തന്നെ പഠിക്കണം. ഇതുവരെ പഠിച്ച കാര്യം, ഇതുവരെ പഠിച്ച പാറ്റേൺ പോരാ, പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ ഉൾക്കൊള്ളണം എന്നൊരു ബോധം നമ്മുടെ ബ്രെയിനിൽ വരണം. എന്നാൽ മാത്രമാണെന്ത് നമുക്ക് ഈ പറഞ്ഞ എക്സാം നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൽ എപ്പോൾ കയറുന്നോ ഇറ്റ് വിൽ സ്ട്രൈക്ക്, ഇറ്റ് വിൽ ഫയർ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് GK സ്ട്രാറ്റജി. GK നമ്മൾ പണ്ട് എന്താണ്, അതായത് കഴിഞ്ഞ വർഷത്തെ CGL വരെ അല്ലെങ്കിൽ CHS MTS ഏതായിക്കോട്ടെ SSC വരെ എന്താണ് നമ്മൾ ധാരാളം സുഖമായി കവറപ്പ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു GK. എന്താ കാരണം? കാരണം GK എന്താണ്, നമുക്ക് 25 ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി ടൈം ലിമിറ്റ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു 5 മിനിറ്റ് എടുക്കും, നമ്മുടെ 5 മിനിറ്റ് ഇതിൽ മാറ്റി വയ്ക്കും, ഈ പറഞ്ഞ GKക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ഓടിച്ചു നോക്കും. അറിയാവുന്ന ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ, 5 to 10 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, GK ആക്കിയാണ്ട് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ആ ടൈം എവിടെ കൊടുക്കും, മാത്സിൽ കൊടുക്കും. പക്ഷേ ഇത്തവണ എന്ത് പറ്റും, ഈ പറഞ്ഞ പരിപാടി ഇവിടെ നടക്കത്തില്ല. എന്താ കാരണം, നമുക്ക് 15 മിനിറ്റ് തന്നിട്ടുണ്ട്. എന്താണ്, GK മാക്സിമം ആൻസർ ചെയ്യണം. GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണ് നമ്മുടെ പരീക്ഷയിൽ പറയുന്ന പേര്, GA എന്ന് പറയാം. ജനറൽ അവയർനെസ് നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യണമെന്ന് പറയും. ആ 15 മിനിറ്റ് നമ്മൾ ആ GKക്കൊപ്പം തന്നെ പെട്ടുപോർക്കാണ്. പക്ഷേ വേറെ പ്രശ്നം എന്താണ്, ആ 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് GK തൊടാനേ പറ്റത്തില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് ഈ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് കൃത്യമായി വായിച്ച് ആൻസർ ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വെല്ലുവിളികളാണ് മെയിൻ പ്രശ്നം. അതായത് എന്താണ്, നമ്മൾ ഇത്രയും ടൈം ഇതുവരെ ഒരു SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒരിക്കലും GKക്ക് കൊടുക്കത്തില്ല. അതാണ് ഫസ്റ്റ് കാര്യം. GK എത്ര ഈസി ആയാലും എത്ര ടഫായാലും ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റും ഇതുവരെ 15 മിനിറ്റ് തികച്ച് GKക്ക് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്, അവർക്ക് അറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്ത് അത് സ്കിപ്പ് ചെയ്താലും മാത്സിൽ പിടിക്കാം അല്ലെങ്കിൽ റീസണിങ്ങിൽ പിടിക്കാം എന്നൊരു നോളജ് അവരുടെ തലയിലുണ്ട്. സോ എന്ത് ചെയ്യും, ഇവരൊരിക്കലും ഒരു സ്റ്റുഡൻറ്റും GKക്ക് എന്ത് കൊടുക്കത്തില്ല, ഈ പറഞ്ഞ 15 മിനിറ്റ് തികച്ച് കൊടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം കവറപ്പ് ചെയ്തെടുക്കുക എന്നതാണെന്ത് ഇനി വരുന്ന സ്റ്റെപ്പ്. അതായത് 15 മിനിറ്റ് നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് GKക്ക് യൂസ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ത്, ഓപ്ഷൻ എലിമിനേഷൻ. നമ്മൾ എപ്പോഴും GK സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണെന്ത്, ഓപ്ഷൻ എലിമിനേഷൻ. അതായത് ഓപ്ഷൻസ് വായിച്ച് നോക്കി അതിൽ നിന്നും എങ്ങനെ നമുക്ക് എന്താണ് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാമെന്ന കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് സൂക്ഷ്മമായി വായിച്ച് നോക്കാനുള്ള ടൈം എവിടെയുണ്ട്, നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ചില ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഓപ്ഷൻസ് തന്നെ ഇരുത്തി വായിച്ച് നോക്കാനുള്ള ടൈം എവിടെ കിട്ടും, നമുക്ക് ഈ SSC എക്സാമിന് കിട്ടും. പിന്നെയാണെന്ത്, ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് നല്ല ചാൻസ് ആണുള്ളത്. അതായത് നമ്മൾ ചുമ്മാ കറക്കി കുത്തുക എന്ന പരിപാടി എന്ത് ചെയ്യില്ല, ഇവിടെ നടക്കത്തില്ല. അങ്ങനെയാണ്. പിന്നെ GK പ്രിപ്പയർ ചെയ്യുന്നവർ, GK എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് എന്താണ്, ഹൈൻസൈഡ് ബയാസ് ആണ്. അപ്പൊ എന്താണ് ഹൈൻസൈഡ് ബയാസ്? ഹൈൻസൈഡ് ബയാസ് ഒന്നുമില്ല, നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്താണ്, നമ്മൾ ശരിയായി മാർക്ക് ചെയ്ത ഉത്തരത്തെ തെറ്റായി മാർക്ക് ചെയ്യുന്നതാണെന്ത് ഹൈൻസൈഡ് ബയാസ് എന്ന് പറയുന്നത്. ഈ ഹൈൻസൈഡ് ബയാസ് കാരണം ഒരുപാട് പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് മാർക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ, ഈ സെക്ഷൻ ടൈമർ വന്ന സമയത്ത് അല്ലെ. സെക്ഷൻ ടൈമർ വന്നപ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടംപോലെ സമയം കിടക്കാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, 25 ക്വസ്റ്റ്യൻ എന്താണ്, 25 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ 15 മിനിറ്റ് വായിച്ച് നോക്കാറില്ല. അല്ലെങ്കിൽ എന്താണ്, 15 മിനിറ്റ് ഒരിക്കലും നമുക്ക് GKക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ അത് സ്പെൻഡ് ചെയ്യാറില്ല. ഒരിക്കലും ഒരു 15 മിനിറ്റ് ആരും സ്പെൻഡ് ചെയ്യാറില്ല. അപ്പൊ എന്താണ്, നമുക്ക് ഇത്രയും ടൈം കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് മാർക്സ് അടിക്കാനുള്ള ചാൻസ് എവിടെയുണ്ട്, നമ്മുടെ ഈ എന്തിലുണ്ട്, GK സെക്ഷനിലുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് എന്താണ്, അവോയ്ഡ് ഓവർ തിങ്കിങ് എന്നതാണ്. ഒരിക്കലും ഓവർ തിങ്കിങ് വഴി നമ്മൾ ഒരുപാട് ആൻസർ മാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ജസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ എഴുതി നമുക്ക് ഓവർകം ചെയ്യാം. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റുകൾ എഴുതി, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് വഴി എന്താണ്, നമുക്കത് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഇപ്പോഴേ നോട്ട് ചെയ്യുക.
അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതണമെങ്കിൽ എന്താണ്, നമുക്ക് അതിനനുസരിച്ചുള്ളൊരു സോഴ്സ് വേണം അല്ലേ. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പിൽ ഡെയിലി എന്തുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെയും മറ്റും മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ കൃത്യമായി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റുകളും എല്ലാം അറ്റൻഡ് ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ SSC മാത്രമല്ല, ഏത് എക്സാം ആയാലും GK ചോദിക്കുന്ന ഏതൊരു എക്സാമിനും എന്താണ്, ഇത്തരം മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, സബ്ജക്ട് ഓറിയന്റഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും മോക്ക് ടെസ്റ്റുകൾ വഴി തന്നെ പാസ്സാവുന്ന ഏറ്റവും അടിപൊളി കാര്യം. ഒപ്പം തന്നെ എന്തുകൊണ്ട് നമ്മുടെ ആപ്പിൽ കറണ്ട് അഫയേഴ്സിന്റെ മറ്റ് PDFസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരേപോലെ അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു സെക്ഷൻ ആണെന്ത്, റീസണിങ്. ഒരുപാട് ആൾക്കാർക്ക് എന്താണ്, റീസണിങ് വളരെ ഈസിയാണ്. ചിലരൊക്കെ ഒരു 12 മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്യും, റീസണിങ് ചെയ്തു തീർക്കും. അത് അത്രയും പ്രാക്ടീസ് ഉള്ളവർ കേട്ടോ. പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് അതിൻ്റെതായ ടൈമുകൾ എടുക്കും. പ്രാക്ടീസ് ഉള്ളവർക്ക് ഒരു 12 മിനിറ്റ് തന്നെ മതി. എന്തിന് റീസണിങ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ റീസണിങ്ങിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഈസി ക്വസ്റ്റ്യൻസിനെ ഫസ്റ്റ് തന്നെ സോൾവ് ചെയ്യുക. കാരണം നമുക്ക് തന്നേക്കുന്ന 15 മിനിറ്റിൽ നമ്മുടെ മുമ്പിൽ റീസണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 25 ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു പോയാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഈസി, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഡിഫിക്കൽട്ട് നമുക്ക് ഒറ്റ വായനയെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഈസി ആയ ചോദ്യങ്ങൾ തന്നെ ആദ്യം ചെയ്തു തീർക്കാൻ ഫസ്റ്റ് ശ്രമിക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ എന്തിലേക്ക് കിടക്കുക, ഡിഫിക്കൽട്ട് വണ്ണിലേക്ക് കിടക്കുക. ഫസ്റ്റ് റൗണ്ടിൽ ഡിഫിക്കൽട്ട് വണ്ണൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് വണ്ണിലേക്ക് ഒന്നുകൂടി തിരിച്ചു കിടക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ റീസണിങ് കവറപ്പ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതാണ് റീസണിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി മാത്സ്, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ എവിടെയായിരിക്കും, മാത്സിലാണ്. ഈ മാത്സ് എന്ന ഏരിയ എന്താണ്, വളരെ ഡിഫിക്കൽട്ട്. ആകെ ഉള്ളത് നമ്മുടെ 15 മിനിറ്റും ഉണ്ട്, 25 ചോദ്യമുണ്ട്. 30 മിനിറ്റ് കിട്ടിയിട്ട് പോലും 25 ചോദ്യം ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെയാണ് 15 മിനിറ്റ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്ത് തീർക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള 3 സ്ട്രാറ്റജീസ് ആണ്. ഞാൻ പേര് പറയാണ്, SAS. എന്താണ് SAS? ഇതൊരു കോഡ് നിങ്ങൾ ഓർത്തിരുന്നോ. എന്താണ്, സ്പീഡ്, ആക്യുറസി, സ്മാർട്ട് സെലക്ഷൻ. SAS. SSC ക്രാക്ക് ചെയ്യാൻ SAS വേണം. എന്നാൽ SAS പേപ്പർ വാഴയിലേ അല്ല. SAS എന്ന് പറഞ്ഞാൽ സ്പീഡ്, ആക്യുറസി ആൻഡ് എന്താണ്, സ്മാർട്ട് സെലക്ഷൻ. അപ്പോൾ SAS എന്ന ഒരൊറ്റ കൺസെപ്റ്റ് വരച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് മാത്സ് കവറപ്പ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കിപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രാറ്റജിയാണ്. അതൊരിക്കലും തോൽവിയായിട്ട് നമുക്ക് കണക്കാക്കരുത്. കാരണം ഇവിടെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഒരുപാട് ലെങ്ത് വരുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലായാൽ സ്കിപ്പ് അടിച്ചോ, നമുക്ക് സമയമില്ല കളയാൻ. സ്കിപ്പ് അടിക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ചോദ്യത്തിന് വേണ്ടി ഒരുപാട് ടൈം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കയ്യിലുള്ള ടൈമും എന്ത് ചെയ്യും, തീർന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മാത്സിൽ എന്താണ്, മാത്സിൽ മുഖ്യം SAS. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമുക്കൊരു വിന്നിംഗ് ഫോർമുല ലാസ്റ്റ് പറയാം. എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്പീഡ്, ആക്യുറസി, കമ്പോഷർ അണ്ടർ പ്രഷർ ആൻഡ് കോൺഫിഡൻസ് ത്രൂ സ്മാർട്ട് ഡിസിഷൻസ്. എന്താണ്, സ്പീഡ് വേണം, ഓഫ് കോഴ്സ് വേണ്ട കാര്യമാണ്. മാത്സിലൊക്കെ അത്യാവശ്യം വേണം. ക്വസ്റ്റ്യൻസ് ഓടിച്ച് നോക്കാനെങ്കിൽ നമുക്ക് സ്പീഡ് വേണം. ആക്യുറസി, നമ്മൾ മാർക്ക് ചെയ്യുന്ന ഉത്തരങ്ങൾ കറക്റ്റ് ആണ് എന്നുള്ളൊരു അഷ്യൂറൻസ് നമുക്ക് വേണം. അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. പിന്നെന്താണ്, കമ്പോഷർ അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ ശാന്തമായിരിക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രഷറാണ്. ആ പ്രഷർ സമയത്ത് നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ എന്താണ്, നമുക്ക് അത്രയും സമാധാനം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് വൺ എന്താണ്, കോൺഫിഡൻസ് ത്രൂ സ്മാർട്ട് ഡിസിഷൻസ്. നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ സ്മാർട്ട് ഡിസിഷനിലും നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയി വരണം. അതാണ് 4ാമത്തെ പോയിന്റ്. ഇപ്പൊ ഈ 4 പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ SSC CGL എന്ന എക്സാം ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കവറപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ SSC CGL എന്ന എക്സാം നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ലൈവിലാണ്. ഇപ്പോൾ ഈ എക്സാമിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ത്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അല്ലെ SSC CGL ബാച്ച്. അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ പേഴ്സണലൈസ്ഡ് മെന്റേഴ്സ് ഉണ്ടാവും, ഒപ്പം തന്നെ ആപ്പ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലാതെ തന്നെ ഓക്ക് എക്സാംസ് എല്ലാ ആഴ്ചയും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കവറപ്പ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കാനും ഉണ്ടാകും. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ്, 9249089284 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കൂടുതൽ വീഡിയോസ് എന്തിനാണ് കാണാൻ എന്ത് വേണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടി ഇത് അമർത്തിയേക്കണം കേട്ടോ. ഒപ്പം SSC എക്സാമിന്റെയും മറ്റ് ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അല്ല എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Manu signing off. Bye.